ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ പത്രക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് സിദ്ധാർത്ഥിനെതിരെ സംസാരിക്കുകയാണ്. സിദ്ധാർത്ഥ് പണക്കാരനായതുകൊണ്ട് തന്നെ താൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവരത് സ്വീകരിച്ചിട്ടില്ല. ദയവ് ചെയ്ത് ഇത് കാണുന്ന പോലീസ് അധികാരികൾ എനിക്ക് എൻ്റെ നിയമപ്രകാരമുള്ള എല്ലാ പരിരക്ഷയും നൽകണം എന്ന് പറഞ്ഞ് മേഘ പൊട്ടിക്കരയാണ്. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ ആരും അനുവദിക്കരുത്. അവൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലാണ് വളരുന്നത്. അതുകൊണ്ട് എനിക്കും അവൻ്റെ കുഞ്ഞിനും ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ന്യായം തന്നെ കിട്ടണം. സിദ്ധാർത്ഥാണ് നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നിങ്ങൾ പറയുന്നു. ഇനിയൊരു പക്ഷേ സിദ്ധാർത്ഥ് തിരിച്ചു വന്ന് നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സിദ്ധാർത്ഥിന് മേൽ കൊടുത്ത കംപ്ലൈൻറ്റ് നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണോ? ഒരു ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും സിദ്ധാർത്ഥ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റ് ഞാൻ പിൻവലിക്കുന്നതാണ്. ഇനിയൊരു പക്ഷേ സിദ്ധാർത്ഥ് എന്നെ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മാന്യമായ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ സിദ്ധാർത്ഥിന് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ സ്വീകരിക്കാത്ത സിദ്ധാർത്ഥിന് ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല. സിദ്ധാർത്ഥിൻ്റെ കുടുംബം വലിയ പണക്കാരുടെ കുടുംബമാണ്. അവരുടെ പണം വെച്ച് അവർ സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിനെ അവരിൽ നിന്ന് തടയണം എന്നും പറഞ്ഞ് മേഘ പൊട്ടി കരയാണ്. സിദ്ധുവിനെതിരെ പോലീസ് കംപ്ലൈൻറ്റ് എടുക്കണം. എനിക്കും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും നീതി കിട്ടുക തന്നെ വേണം. അങ്ങനെ നീതി കിട്ടുന്നില്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും ചാവുന്നതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല. എൻ്റെ ഈ ഒരു ഗതികെട്ട അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ല. എന്നെ പറ്റിച്ചവന് തന്നെ അവൻ്റെ വീട്ടുകാർ തന്നെയാണ് കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അവരെല്ലാവരും അവനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വേണം സിദ്ധാർത്ഥിനെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സിദ്ധാർത്ഥാണെന്ന് ഈ ലോകത്തെ അറിയിച്ചിട്ട് അവൻ്റെ മുഖംമൂടി എല്ലാവർക്കും മുന്നിൽ വലിച്ചു കീറാൻ. പോലീസിൽ നിന്നും കിട്ടാത്ത ന്യായം നിങ്ങളിൽ നിന്നും കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ എല്ലാവരും വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞ് മേഘ കൈകൂപ്പി നിൽക്കുവാണ് അവരുടെ അടുത്ത്. അപ്പോൾ മനോഹരൻ ശബ്ദം താഴ്ത്തി ചേച്ചിയോട് പറയാണ്, ചേച്ചി പാവമുണ്ട് ചേച്ചി സിദ്ധാർത്ഥ്. മേഘയുടെ അടുത്ത് അവൻ മോശമായിട്ട് പെരുമാറിയോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി ഒരു പക്ഷേ അവൻ പെരുമാറിയിട്ടില്ലെങ്കിൽ പോലും മേഘ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഒരു പരാതിയിന്മേൽ ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ തന്നെ കിടക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് മുത്തശ്ശിയുടെ മനസ്സിലൊരു ലഡു പൊട്ടുന്നത്. ഇനിയൊരു പക്ഷേ സിദ്ധാർത്ഥ് പേടിച്ചിട്ട് മേഘയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നമുക്കും നല്ലതല്ലേടാ. ഓ, അതിനിടെ ചേച്ചിയുടെ മറ്റൊരു ചിന്ത. ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്, സിദ്ധാർത്ഥ് മേഘയെ കല്യാണം കഴിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതിന് യാതൊരു ചാൻസും ഇല്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ അവർ നമ്മളെ കൊല്ലാതെ വിട്ടത് തന്നെ വലിയ കാര്യമാണ്. മുത്തശ്ശിക്കും അത് ശരിയാണെന്ന് അറിയാമായിരുന്നു. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരും തന്നെ ഇല്ല എൻ്റെ ഈ ഒരു സങ്കടം പറയാൻ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പോരാടി എനിക്കും എൻ്റെ കുഞ്ഞിനും നീതിയും ന്യായവും വാങ്ങിത്തരണം. മേഘ അവർക്ക് മുന്നിൽ കൈകൂപ്പുവാണ്. നിങ്ങൾ വേണം സിദ്ധാർത്ഥിനെ എൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടി. ശരി മാഡം, നിങ്ങളുടെ ഈ ഒരു വാർത്ത ഞങ്ങൾ ഇന്നത്തെ ഫ്ലാഷ് ന്യൂസിൽ ഇടാൻ വേണ്ടി പോവാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് കാണുന്ന മേലധികാരികൾ നിങ്ങൾ സിദ്ധാർത്ഥിനെതിരെ കൊടുത്ത കംപ്ലൈൻറ്റ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് സീരിയസ് ആക്കും. ഞങ്ങൾ പോട്ടെ മാഡം. ശരി എന്നൊക്കെ പറഞ്ഞ് മേഘ അവർക്ക് മുന്നിൽ കൈകൂപ്പുവാണ്. അവർ പോയതിനു ശേഷം മേഘയുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കരച്ചിൽ മൊത്തം അഭിനയം മാത്രമാണ്. അവൾ കണ്ണീരൊക്കെ തുടച്ച് മുഖത്ത് നല്ല ദേഷ്യം വരുത്തിയിട്ടാണ് തിരിച്ചു നടക്കുന്നത്. അപ്പോൾ മനോഹരൻ അവളോട് ചോദിക്കുന്നുണ്ട്, മേഘ നീ ഇപ്പോൾ കൊടുത്ത കംപ്ലൈൻറ്റ് പ്രകാരം അവർ സിദ്ധാർത്ഥിനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വരുത്തുകയാണെന്ന് കരുതുക. ഇത് കാണുന്ന മഹേന്ദ്രൻ കുടുംബം നെഞ്ചു തല്ലി മരിക്കുമല്ലേ? അപ്പോൾ മേഘ അയാളോട് പറയാണ്, അവരാരും നെഞ്ചു തല്ലി മരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അവർക്ക് ഈ നാട്ടിലുള്ള മര്യാദ, അഭിമാനം അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. തമിഴ്നാട് മുഴുവൻ ഞാനിപ്പോൾ ഈ കൊടുത്ത വാർത്ത പ്രചരിക്കും. അതിനുശേഷം മഹേന്ദ്രനോട് എല്ലാവരും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരാൻ തുടങ്ങും. ആ ചോദ്യങ്ങളൊന്നും മഹേന്ദ്രന് ഉൾക്കൊള്ളാനാവുന്നതായിരിക്കില്ല. അയാൾ അപമാന ഭാരത്താൽ തല താഴ്ത്തി നിൽക്കും. അതുമാത്രമല്ല, സിദ്ധാർത്ഥാണെങ്കിലും ഇനി പുറം ലോകത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം നാണക്കേടാവും. ഇനി അവന് മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എൻ്റെ കൂടെ ജീവിക്കുക എന്ന് മാത്രമാണ്. ഇനി അവൻ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇതിനോടൊക്കെ തന്നെ അവൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു എന്ന് അവൻ കരുതിക്കോട്ടെ. മഹേന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരതി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രധാനപ്പെട്ട വാർത്തകൾ. മഹേന്ദ്രൻ്റെ മരുമകനായിട്ടുള്ള സിദ്ധാർത്ഥിനെതിരെ മേഘ കൊടുത്ത കംപ്ലൈൻ്റാണ് ഇപ്പോൾ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മേഘ അറിയാതെ ബോധമില്ലാത്ത അവസ്ഥയിൽ അവളെ അയാൾ റേപ്പ് ചെയ്തു എന്നാണ് കംപ്ലൈൻറ്റ്. മേഘ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേട്ടു നോക്കാം എന്ന് പറഞ്ഞിട്ട് മേഘ സംസാരിച്ച വിഷ്വൽസാണ് ടി വിയിൽ പ്ലേ ചെയ്യുന്നത്. അത് കാണുന്ന സമയത്ത് ആരതി വല്ലാതെ ഷോക്കായിട്ടുണ്ടായിരുന്നു. മേഘ ആദ്യം തന്നെ സിദ്ധാർത്ഥിൻ്റെ ഫോട്ടോ ആണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്.
ഇയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ സമയത്ത് ഞാൻ കോൺഷ്യസ് അല്ലായിരുന്നു. ഞാൻ അറിയാതെയാണ് ഇയാൾ എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയത് എന്നൊക്കെ മേഘ പറഞ്ഞപ്പോഴേക്കും ആരതി ഓടിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്ക് പോവാണ്. സിദ്ധു സിദ്ധു എല്ലാവരും ഫുഡ് കഴിക്കുന്നത് നിർത്തിയിട്ട് ആരതിയെ നോക്കുകയാണ് അവളുടെ വെപ്രാളം കണ്ടിട്ട്. സിദ്ധു, നിന്നെപ്പറ്റി മേഘ എന്തൊക്കെയാണ് ടി വിയിൽ പറയുന്നത് എന്ന് വന്നൊന്ന് നോക്ക്. എന്തായിരുന്നു നീ പറയുന്നത്? അയ്യോ സിദ്ധു, വന്ന് നീ ഒന്ന് നോക്ക്, നമ്മുടെ കുടുംബത്തെ പറ്റി എന്തൊക്കെയാണ് അവൾ ടി വിയിൽ വിളിച്ച് പറയുന്നതെന്ന്. അയ്യോ നിങ്ങൾ എല്ലാവരും ഒന്ന് വാ, മേഘ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ജാനകി ഉൾപ്പെടെ എല്ലാവരെയും ആരതി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം സിദ്ധുവും ചന്ദ്രികയാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ന്യൂസിൽ വെച്ചിട്ട് മേഘ സംസാരിക്കുന്നത് അവർ കേൾക്കുകയാണ്. പാർട്ടി ഹാളിൽ പോയതും അവിടെ വെച്ച് സിദ്ധാർത്ഥ് കൂട്ടിക്കൊണ്ട് വന്നതും അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഘ അവളുടേതായ രീതിയിൽ വീണ്ടും വീണ്ടും കരഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പം അതൊക്കെ കേട്ട സമയത്ത് മഹേന്ദ്രൻ കുടുംബം മൊത്തം തരിച്ചു നിൽക്കുവാണ്. കൈകൂപ്പിക്കൊണ്ട് മേഘ പറയുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കാൻ പാടില്ല. സിദ്ധുവിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എനിക്കും സിദ്ധാർത്ഥാണ് തുണയുള്ളത്. സിദ്ധാർത്ഥിനത് കാണുന്തോറും അവൻ്റെ രക്തം ഇങ്ങനെ തിളക്കുകയാണ്. ഇങ്ങോട്ട് നോക്കുക അങ്കിൾ, എന്നെപ്പറ്റി എത്രത്തോളം മോശമായിട്ടാണ് മേഘ സംസാരിക്കുന്നത് എന്ന്. അത് കേട്ടിട്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നെപ്പറ്റി മാത്രമാണ് സംസാരിച്ചതെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കുടുംബത്തെ മൊത്തമായിട്ടാണ് അവൾ അപമാനിക്കുന്നത്. അവളെ ഞാൻ വെറുതെ വിടില്ല, അവളെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകാൻ പോവാണ്, നിങ്ങളെല്ലാം നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് സിദ്ധു ദേഷ്യത്തോടെ ഇറങ്ങി പോകാൻ നോക്കിയപ്പോഴേക്കും ചന്ദ്രികയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ സിദ്ധുവിനെ പിടിച്ച് തടഞ്ഞു നിർത്തുവാണ്. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും സിദ്ധു, ആരതിയും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ സിദ്ധു പോവാൻ തുനിയുന്നത് തന്നെയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ പിന്നീന്ന് വിളിക്കുന്നത്. സിദ്ധു, എന്താ നീ ചെയ്യാൻ പോകുന്നത്? മേഘയെ കൊന്നിട്ട് നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൾ നിന്റെ പേരിൽ ആരോപിച്ച ആരോപണം ഇല്ലാതാവുമോ? അവൾ നിന്റെ പേരിൽ ഒരു ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. അത് നീയല്ല എന്ന് തെളിയിക്കുന്നതല്ലാതെ നേരെ മേഘയെ കൊന്നിട്ട് ജയിലിൽ പോകുന്നതല്ല അഭിമാനം. ആദ്യം നീ ചെയ്യേണ്ടത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ല എന്ന് നീ തെളിയിക്കുകയാണ് വേണ്ടത്. ഒരാവേശത്തിന് കിണറ്റിലെടുത്ത് ചാടിയ മറ്റൊരാവേശത്തിന് തിരിച്ചു കയറാൻ സാധിക്കില്ല എന്ന് പറയാറില്ലേ? അതുപോലെയാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്. മേഘ നിന്നെ മാത്രമല്ല, ഈ കുടുംബത്തിൻ്റെ അഭിമാനവും വിലയും ഒക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. നിനക്കിപ്പോൾ വരുന്ന അതേ ദേഷ്യം എനിക്കും അവളോട് വരുന്നുണ്ട്. പക്ഷെ അത് തീർക്കേണ്ട വഴി ഇതല്ല. ഇപ്പോൾ നമ്മൾ ക്ഷമയോടെ നിൽക്കുകയാണ് വേണ്ടത്, മനസ്സിലായോ? എന്താ മുത്തശ്ശൻ ഈ പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ക്ഷമയോടെ നിൽക്കുക? എന്നെക്കൊണ്ട് അങ്ങനെ ക്ഷമയോടെ കേട്ടു നിൽക്കാൻ സാധിക്കില്ല. മേഘ നമ്മളെക്കുറിച്ച് എന്ത് അപവാദം വേണമെങ്കിലും പ്രചരിപ്പിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ മാനം ഇടിഞ്ഞു പോവോ? ഏയ്, അതൊന്നും ഇല്ല. മേഘ എന്ത് ആരോപണമാണോ നിനക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത് ആ വഴിയിലൂടെ തന്നെ തിരിച്ചുപോയി അവൾക്കുള്ള അടി കൊടുക്കണം. മുത്തശ്ശൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും ക്ഷമയുണ്ടായിട്ടുണ്ടെങ്കിലും ആകെ എല്ലാവരും തളർന്നിരിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തെ മൊത്തമായിട്ടാണ് മേഘ അപമാനിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, മേഘ നിനക്കെതിരെ ഇപ്പോൾ ചെയ്തത് പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ നീയും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നീ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് മേഘ എന്താണോ നിനക്കെതിരെ പറഞ്ഞത് അതല്ല യാഥാർത്ഥ്യം, അതല്ല സത്യം എന്നുള്ളത് ഈ ലോകത്തെ മുഴുവൻ അറിയിക്കുക. അല്ലാതെ അതൊന്നും ചെയ്യാതെ മേഘയെ കൊല്ലുന്നതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ ചെയ്താ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്കൊരു കാലത്തും തെളിയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നാളെ തന്നെ നീ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്. മേഘ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് നീയല്ല അച്ഛനെന്നും പത്രക്കാരോട് പറയണം. അപ്പോൾ സിദ്ധു സംശയത്തോട് ചോദിക്കുകയാണ്, ഞാനില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല മുത്തശ്ശ. സിദ്ധു, ഞാനൊരു കാര്യം പറയാം. സാധാരണയായിട്ട് ഒരു പെണ്ണാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നതെങ്കിൽ എല്ലാവരും ആ പെണ്ണിൻ്റെ ഭാഗത്ത് തന്നെയാണ് ചേരുക. പക്ഷേ അവൾ എന്തൊക്കെ പറഞ്ഞാലും നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ നിന്റെ ഭാഗം എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം നീ മിണ്ടാതെ നിൽക്കുമ്പോൾ മേഘ പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് എല്ലാവരും കരുതുക. അങ്ങനെ നീയും കൂടെ സംസാരിച്ചാൽ മാത്രമേ നിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുകയെങ്കിലും ഉള്ളൂ. അതുകൊണ്ട് നാളെ തന്നെ നീ പ്രസ്, മീഡിയ എല്ലാവരോടും വരാൻ പറയണം. എന്നിട്ട് നിന്റെ ഭാഗത്തുള്ള ന്യായം എല്ലാവർക്കും മുന്നിൽ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതൊരു ന്യായമായ കാര്യമാണെന്ന്, സിദ്ധാർത്ഥിനുൾപ്പെടെ. മഹേന്ദ്രൻ പറയുന്നുണ്ട്, സിദ്ധു, അച്ഛൻ പറയുന്നതാണ് ശരി. പ്രസ് വഴി തന്നെയാണ് മേഘയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. അവൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്തിനാ ഭയന്നോടുന്നത്? നീ ധൈര്യമായിട്ട് പ്രസ് മീറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യ്. നാളെ നീ പറയാൻ പോകുന്ന കാര്യമായിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം തിരിച്ചു കൊണ്ടുവരേണ്ടത്. അതെ സർ, മുത്തശ്ശൻ പറഞ്ഞതാണ് ശരി. നാളെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് അന്ന് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും മുന്നിൽ വിവരിച്ച് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ മേഘ പറഞ്ഞത് കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. എല്ലാവരും അത് ശരിവെക്കുകയാണ്. അപ്പോൾ സിദ്ധു കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി, നാളെ തന്നെ പ്രസ് മീറ്റിന് വേണ്ടുന്ന ഏർപ്പാട് ചെയ്യേ. അവൻ സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ്. എല്ലാവരും വിഷമത്തോടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഈ മേഘ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് തോന്നുന്നത് ഏട്ടാ. അമ്മ കരയല്ലേ? ആരതി സമാധാനിപ്പിക്കുകയാണ്. എന്തിനാ അവളിങ്ങനെ നമ്മളെ സമാധാനം കളയുന്നത്? അച്ഛനോട് ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ജാനകി.
മഹേന്ദ്രനും തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ കുടുംബത്തിൻ്റെ മാനവും അഭിമാനവും ഒക്കെ മേഘ ഒറ്റൊരു പ്രസ് മീറ്റിലൂടെയാണ് നശിപ്പിച്ചത്. ചന്ദ്രികയ്ക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നുവാണ്. നമ്മുടെ കുടുംബത്തെ പറ്റി ഇത്രയും കാലം പെരുമയോടെ സംസാരിച്ചവരൊക്കെ ഇപ്പം അപമാനത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ മഹേന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. മഹേന്ദ്ര, നമ്മൾ ഈ ലോകത്ത് നല്ല പേരോടെ ജീവിച്ചാലും കുഴപ്പമില്ല, മോശം പേരോടെ ജീവിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ലോകത്തെ നോക്കി നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം, അത് മാത്രം മതി. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ മേഘ പറയുന്നത് കേട്ടിട്ട് ടെൻഷനാവുന്നത്? മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് എല്ലാവരും വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് നല്ലൊരു അവസാനം തന്നെയാണ് ഉണ്ടാവുക. അദ്ദേഹം അവരെയെല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരുടെയും മുഖത്ത് അത് ആ ഒരു പ്രശ്നത്തിനുള്ള ആ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയം കാണിക്കുന്നത് ലണ്ടനിലാണ്, UK-യിൽ. അതായത് മനീഷിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെന്തോ അവൻ്റെ ഓഫീസ് പരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവൻ ചെവിയിലുണ്ടായിരുന്ന ഹെഡ്സെറ്റൊക്കെ മാറ്റി വെച്ചിട്ട് വെറുതെ ന്യൂസ് നോക്കുന്ന സമയത്താണ് കാണുന്നത് മേഘയുടെ ന്യൂസ്. ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് സിദ്ധാർത്ഥ്. അതിന് വലിയ വിലയൊന്നും മനീഷ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, കാരണം മേഘ എപ്പോഴും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോഴാണ് മേഘ പറയുന്നത്, എനിക്ക് ബോധമില്ലാത്ത സമയത്ത്, ഞാൻ കോൺഷ്യസ് അല്ലാത്ത സമയത്ത് സിദ്ധാർത്ഥ് എന്നോട് വളരെ മോശമായി പെരുമാറി. അത് കേട്ട സമയത്ത് മനീഷ് ആകെ ഷോക്കായി നിൽക്കുകയാണ്. സിദ്ധു എന്നോട് മോശമായിട്ട് പെരുമാറിയത് പോലും അറിയാതെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. സിദ്ധുവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. മനീഷ് ആകെ തരിച്ചു നിൽക്കുകയാണ് മേഘ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട്. അതുകൊണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എനിക്കും സിദ്ധു സംരക്ഷകനായിരിക്കണം. മേഘ കരഞ്ഞുകൊണ്ട് മീഡിയാസിന് മുന്നിൽ പറയുവാണ്. സിദ്ധുവിനെതിരെ പോലീസ് കംപ്ലൈൻറ്റ് എടുക്കണം. എനിക്കും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും നീതി കിട്ടുക തന്നെ വേണം. അത് കേട്ട സമയത്ത് മനീഷ് ആകെ പതറിക്കൊണ്ട് പറയാണ്, അയ്യോ മേഘ, ധൃതി പിടിച്ച് നിന്റെ ഗർഭത്തിൻ്റെ കാരണം സിദ്ധു ആണെന്ന് എല്ലാവർക്കും മുന്നിൽ പറഞ്ഞു. നിന്റെ ഗർഭത്തിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. മേഘ ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് കേൾക്കും തോറും മനീഷിന് വല്ലാത്ത കുറ്റബോധം തോന്നുവാണ്. ഞാനാണ് നിൻ്റെ അടുത്ത് വളരെ മോശമായി പെരുമാറിയത്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കാരണം സിദ്ധു സാറിന് എത്ര വലിയൊരു അപമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഈ കാര്യം മേഘയോട് പറയണം എന്ന് പറഞ്ഞ് മനീഷ് ഫോൺ എടുക്കുകയാണ്. അവൻ ഫോൺ എടുത്തിട്ട് മേഘയെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മേഘ അവൻ്റെ നമ്പർ കണ്ട സമയത്ത് കോൾ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ്. അയ്യോ, ഈ മേഘ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? മനീഷ് ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിക്കുകയും മേഘ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മനീഷ് നിർത്തുന്നുണ്ടായിരുന്നില്ല. മേഘ ചിന്തിക്കുകയാണ്, ഇവനെന്തിനിപ്പോൾ എന്നെ വിളിക്കുന്നത്? സിദ്ധുവിൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ എൻ്റെ വയറ്റിൽ ചുമക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവനിക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇനി മേലാൽ ഇവൻ എന്നെ കോൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് മേഘ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. മനീഷ് വീണ്ടും വിളിക്കുന്ന സമയത്ത് മേഘയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയ്യോ, മേഘ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. ഇനി എങ്ങനെ ഈ കാര്യം മേഘയൊന്ന് അറിയിക്കുക? അപ്പോൾ ന്യൂസ് ചാനലിൽ വീണ്ടും മേഘയെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് സിദ്ധാർത്ഥ്. ഛേ, പാവം സിദ്ധു സർ. മേഘ അദ്ദേഹത്തിനെതിരെയാണല്ലോ തെറ്റ് ചാർത്തിയിരിക്കുന്നത്. മേഘ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനീഷിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ശരി, സിദ്ധു സാറിനെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ വിളിക്കുകയാണ്. പക്ഷേ അതിനുശേഷം അവൻ തന്നെ കോള് കട്ട് ചെയ്തിട്ട് ചിന്തിക്കുന്നുണ്ട്, വേണ്ട, ഈ വിഷയം ഞാൻ ആദ്യം മേഘയോട് തന്നെയാണ് പറയേണ്ടത്. കുറച്ചു നേരം കഴിഞ്ഞ് മേഘയെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. മേഘ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ശബ്ദം കേട്ടത്. മേഘ. മേഘ തിരിഞ്ഞു നോക്കിയപ്പോൾ വാസുദേവനായിരുന്നു. അയാൾ മദ്യപിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മേഘയ്ക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം തോന്നുവാണ്. അയാൾ അകത്തേക്ക് കയറി വന്നിട്ട് അവിടെ അരിഞ്ഞിട്ട പച്ചക്കറിയൊക്കെ ചവിട്ടി കളയുവാണ്. എന്നിട്ട് ദേഷ്യത്തോടെ മേഘയോട് പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകൻ സിദ്ധാർത്ഥാണെന്നോ? നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാ വായി തുറന്നാ ഇത്രയും വലിയൊരു പച്ചക്കള്ളം പറഞ്ഞത്? നാണമുണ്ടോ നിനക്ക്? എൻ്റെ മകൻ നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? എന്തിനാ അവനെ നീ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? പറ. ചെറിയൊരു ഉറുമ്പിന് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് കരുതുന്നവളാടി എൻ്റെ മകൻ. അങ്ങനെയുള്ള ആ പാവത്തിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു കുറ്റം ചാർത്താൻ നീയൊന്നും ഒരു കാലത്തും നന്നാവില്ലടി. അയാളത് പറഞ്ഞു തീർന്നതും മേഘ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്കോ. എവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓ, നിനക്ക് അത്രയ്ക്ക് വലിയ അഹങ്കാരമായോ? നീ എത്രയധികം ഫ്രോഡാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ പറയുന്നത് വേണമെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാലത്തും വിശ്വസിക്കില്ല. സിദ്ധാർത്ഥിൻ്റെ കയ്യിലുള്ള പണം കിട്ടാൻ വേണ്ടിയല്ലേ അവനെ കല്യാണം കഴിക്കാമെന്ന് കരുതിയിട്ട് നീ ഇത്രയും വലിയൊരു കാര്യം അവൻ്റെ പേരിൽ ചാർത്തി കൊടുത്തത്? ഇങ്ങോട്ട് നോക്ക്, ഞാൻ സിദ്ധുവിനെ കുറിച്ച് പറഞ്ഞത് കള്ളമല്ല. സിദ്ധാർത്ഥാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അപ്പോൾ വാസു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്താടി പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് കരുതി അത് സത്യാവുന്നാണോ നീ കരുതിയത്? ഒന്നും ചെയ്യാത്ത എൻ്റെ മകൻ്റെ മേൽ ഇത്രയും ഒരു കുറ്റാരോപിച്ചിട്ട് നീ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. കാരണം ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മകന് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പെട്ടിയും കിടക്കി എടുത്തിട്ട് ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്.
നീയായിട്ട് തന്നെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞിട്ട് വാസു അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി എടുക്കുകയാണ്. എന്നിട്ട് മേഘയുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും അവളുടെ ലഗേജും ബാഗും ഒക്കെ എടുത്തിട്ട് വാസുദേവൻ പുറത്തേക്ക് വലിച്ചെറിയാണ്. മേഘ അയാൾക്ക് പിന്നാലെ പോയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്. നീയായിട്ട് എന്തായാലും പോവില്ല, ഞാൻ തന്നെ നിന്നെ പറഞ്ഞു വിടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാസു ഓരോന്നെടുത്തിട്ട് വലിച്ചെറിയുന്നത്. ആ വീട്ടിൽ നടക്കുന്ന ബഹളം കേട്ടിട്ടാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അയ്യയ്യോ വാസുമാമൻ, എന്തൊക്കെയാ വാസുമാമൻ ചെയ്ത് കൂട്ടുന്നത്? ചന്ദ്രിക ആകെ വെപ്രാളത്തോടെ നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ എന്തൊക്കെയോ അയാളോട് പറയുന്നുണ്ട്, പക്ഷെ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. മദ്യലഹരിയിൽ അയാൾ ഓരോന്നോരോന്ന് വലിച്ചെറിയാണ്. മാമ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക തന്നെ അവസാനം അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ്. മാമ വേണ്ട, ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ മേഘയും പറയുന്നുണ്ട് ചന്ദ്രികയോട്, എന്താ ഇയാൾ ചെയ്യുന്നതെന്ന് നോക്ക്. ചന്ദ്രിക, നീ ഇതിൽ ഇടപെടണ്ട. ഡി, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് നിന്നോട് പറഞ്ഞത്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? മേഘ തിരിച്ചയാളോട് തട്ടിക്കയറാണ്. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. അയ്യോ മാമ, എന്തൊക്കെയാ മാമൻ ഈ ചെയ്യുന്നത്? നിൽക്ക് ചന്ദ്രിക, ഇനി ഈ മേഘ നമ്മുടെ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇവളെ അടിച്ചിറക്കി വിടാൻ പോവുകയാണ്. വാസുദേവൻ കലിപ്പോട് കൂടിയാണ് പറയുന്നത്. അത് കേട്ടിട്ട് ചന്ദ്രികയും മേഘയും ഒരുപോലെ ഞെട്ടി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.